Hi everyone, welcome to my plus 2 part 2 accountancy class. In this video, I would like to teach you what is receipted payment account, its features and its format. നമ്മുടെ പാർട്ട് 1 അക്കൗണ്ടൻസി ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു വെച്ചിരുന്നു എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ അക്കൗണ്ട് റെക്കോർഡ്സുകൾ എന്തൊക്കെയാണ് കീപ്പ് ചെയ്യേണ്ടത്, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആൻഡ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പാർട്ട് 1 ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു വെച്ചിരുന്നത്. ഈ ക്ലാസ്സിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ അക്കൗണ്ട് റെക്കോർഡ്സിലെ ഒന്നാമത്തെ പോയിന്റായ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ടത് അതിനെ നടുവിലേക്ക് കൊണ്ടുവരും. RIB ഈ 3 റെക്കോർഡുകളാണ് സൂക്ഷിക്കേണ്ടത്. ഏതൊക്കെയാണ്? റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്താണ്? വാട്ട് ഈസ് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്? വാട്ട് ഈസ് ദ ഫോർമാറ്റ് ഓഫ് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്? ഈ 3 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാ വിദ്യാർത്ഥികളും കറക്റ്റായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കാം. ഒരു നോട്ട് ബുക്കും പേനയും കയ്യിലുണ്ടാവുക, പറയുന്ന കാര്യങ്ങൾ അത് സമയത്ത് തന്നെ മനസ്സിലാക്കി എഴുതിയെടുക്കുക. കഴിഞ്ഞ വീഡിയോയിൽ അഥവാ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വെച്ചത് അച്ചുവും മിച്ചുവും കൂടി ഒരു കൊറോണ ക്ലബ്ബ് രൂപീകരിക്കുകയും അത് ഏതൊക്കെ അക്കൗണ്ടുകളാണ് അവർ വരയ്ക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലെത്തുകയും അവസാനം അവർ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ 3 അക്കൗണ്ടാണ് വരയ്ക്കേണ്ടതെന്ന് അവർക്ക് മനസ്സിലാവുകയും അഥവാ അത് ഏതൊക്കെ അക്കൗണ്ടായിരുന്നു? റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഈ 3 അവർക്ക് മനസ്സിലായി. അത്രമായിരുന്നു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിരുന്നത്. എന്നിരുന്നാലും മിച്ചുവിന് വീണ്ടും സംശയങ്ങൾ വരാൻ തുടങ്ങി. എപ്പോഴാണ് ഈ അക്കൗണ്ടുകൾ തയ്യാറാക്കുക? വെൻ ഡസ് ഇറ്റ് പ്രിപ്പയർ ദീസ് അക്കൗണ്ട്സ്? എപ്പോഴാണ് ഈ അക്കൗണ്ടുകൾ തയ്യാറാക്കേണ്ടത്? വാട്ട് ഈസ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്? എന്താണ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്? വാട്ട് ഈസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്? വാട്ട് ഈസ് ബാലൻസ് ഷീറ്റ്? വീണ്ടും മിച്ചുവിന് സംശയങ്ങൾക്ക് വരാൻ തുടങ്ങി. എന്താണ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്? വീണ്ടും അവരതിനെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ തൊട്ടടുത്തുള്ള വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബായ കോബ്ര ക്ലബ്ബ് അതിൻ്റെ അക്കൗണ്ട് തയ്യാറാക്കുന്ന റിച്ചുവിനെ സന്ദർശിച്ചു. റിച്ചുവുമായി അവർ കൂടിയാലോചനകൾ നടത്തി. റിച്ചുവിനോട് ആദ്യം ചോദിച്ചത് എപ്പോഴാണ് ഈ അക്കൗണ്ടുകൾ തയ്യാറാക്കേണ്ടത്? അതിന് റിച്ചു മറുപടി പറഞ്ഞത് അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ, എല്ലാ വർഷത്തിൻ്റെയും അവസാനം, ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനമാണ് ഈ 3 അക്കൗണ്ടുകളും തയ്യാറാക്കേണ്ടത്. എന്നിട്ടത് രജിസ്ട്രാർക്ക് സമർപ്പിക്കണം. നെക്സ്റ്റ് റിച്ചുവിനോട് മിച്ചു ചോദിച്ചു വാട്ട് ഈസ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്? അപ്പോൾ റിച്ചു പറഞ്ഞു കൊടുത്തു റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ +1 പഠിച്ച ക്യാഷ് ബുക്കിന് തുല്യമാണ്. അതേപോലെ തന്നെയാണ് 2 സൈഡുകളാണ് ഇതിനുമുള്ളത്, റെസീറ്റ് സൈഡും പേയ്മെൻറ്റ് സൈഡും. എല്ലാ റെസീറ്റുകളും ഡെബിറ്റ് സൈഡിൽ എഴുതാം, എല്ലാ പേയ്മെൻറ്റുകളും ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. പിന്നെ അത് ഓപ്പണിംഗ് ബാലൻസ് വെച്ചാണ് തുടങ്ങുക, ക്ലോസിംഗ് ബാലൻസോടുകൂടി അവസാനിക്കും. ഓപ്പണിംഗ് ബാലൻസ് വെച്ചാണ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 2020-21 റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ് വരയ്ക്കുന്നതെങ്കിൽ 2019-20 റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ക്ലോസിംഗ് ബാലൻസ് ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ ഈ വർഷത്തെ ഓപ്പണിംഗ് തുടങ്ങുക. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുക. വർഷാവസാനം കിട്ടുന്ന അതിൻ്റെ ആൻസർ എന്തായിരിക്കും? ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വരയ്ക്കേണ്ടത് എന്ന് മിച്ചുവിന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമുക്കിതൊന്ന് ഇംഗ്ലീഷിലാക്കി നോക്കാം. ഫസ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു? റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ചോദിച്ചപ്പോൾ ഇത് ക്യാഷ് ബുക്കിന് തുല്യമാണ്. ക്യാഷ് ബുക്കും റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ് ഈസ് സിമിലർ ടു ക്യാഷ് ബുക്ക്. ഇറ്റ് ഹാസ് 2 സൈഡ്, റെസീറ്റ് സൈഡ് ആൻഡ് പേയ്മെൻറ്റ് സൈഡ്. ഓൾ cash receipts are entered on the receipt side, that means debit side, and all cash payments are entered on the payment side, that means credit side. It begins with opening balance of cash in hand and cash at bank and end with closing balance of cash in hand and cash at bank. ഇപ്പോൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് സൈഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് സിമിലർ ടു ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിന് തുല്യമാണ്. ഇറ്റ് ഹാസ് 2 സൈഡ്, 2 സൈഡ് ഉണ്ട്, റെസീറ്റ് സൈഡ് ആൻഡ് പേയ്മെൻറ്റ് സൈഡ്. ഓൾ ക്യാഷ് റെസീറ്റ്സ്, എല്ലാ ക്യാഷ് റെസീപ്റ്റ്സുകളും എവിടെയാണ് എൻറ്റേർഡ് ഓൺ ദ റെസീറ്റ് സൈഡ്, ദാറ്റ് മീൻസ് ഡെബിറ്റ് സൈഡ്. ഓൾ ക്യാഷ് പേയ്മെൻറ്റ്സ് ആർ എൻറ്റേർഡ് ഓൺ ദ പേയ്മെൻറ്റ് സൈഡ്, ദാറ്റ് മീൻസ് ക്രെഡിറ്റ് സൈഡ്. ഇറ്റ് ബിഗിൻസ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്. അത് തുടങ്ങുന്നത് ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ടാണ് അത് തുടങ്ങുക. കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ്, അത് വെച്ചിട്ടാണ് തുടങ്ങുക. ആൻഡ് വിത്ത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്. അത് അവസാനിക്കുന്ന അതിൻ്റെ ആൻസർ, ലാസ്റ്റ് ആൻസർ വരുന്നത് ക്യാഷ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷോ അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബാങ്കോ ആയിരിക്കും. സിമ്പിളാക്കി പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സമ്മറി ഓഫ്
ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻ അണ്ടർ വേരിയസ് ഹെഡ്സ്. യഥാർത്ഥത്തിൽ ഇത് ഒരു ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും സമ്മറിയാണ്, ട്രാൻസാക്ഷൻ്റെ സമ്മറിയാണ് എന്ന് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ, ഒരു ക്ലബിനാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ വരും. മാസങ്ങളിൽ കിട്ടുന്ന സബ്സ്ക്രിപ്ഷൻ എല്ലാം കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വർഷാവസാനം റെസീറ്റ്സിൽ എഴുതും. ആ ക്ലബിനുണ്ടാകുന്ന പേയ്മെൻറ്റ്സുകൾ ഉണ്ടായിരിക്കാം, സ്പോർട്സ് മെറ്റീരിയൽ വാങ്ങിച്ചതായിരിക്കാം, അങ്ങനെ പല പേയ്മെൻറ്റ്സുകളും ചിലവുകളും വരും. ആ ചിലവുകളിലെ ഓരോ ഹെഡിലും വരുന്ന ചിലവുകളെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, പേയ്മെൻറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അത് ബാങ്കിലൂടെ പോയതാവാം, അതുപോലെ ബാങ്കിലൂടെ വന്നതായിരിക്കാം, സബ്സ്ക്രിപ്ഷൻ ബാങ്കിലൂടെയും വരാം. അപ്പോൾ ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻ അണ്ടർ വേരിയസ് ഹെഡ്സ്. Let's go to next topic. Next topic means what are the features of receipts and payment account. We already studied the meaning. We can take from that meaning. ആ മീനിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫീച്ചേഴ്സ് ഉണ്ടാക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് എന്തായിരുന്നു, ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് റെസീപ്റ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ്. ഇത് യഥാർത്ഥത്തിൽ ക്യാഷ് റെസീപ്റ്റ്സിൻ്റെയും ക്യാഷ് പേയ്മെൻറ്റിൻ്റെ ഒരു സമ്മറി, ഒരു സംഗ്രഹമാണെന്ന് പറയാം. സെക്കൻഡ് പോയിന്റ്, all cash receipts are entered on the debit side and all cash payments are entered on the credit side. എല്ലാ ക്യാഷിൻ്റെ റെസീറ്റുകളും, അത് ഏത് റെസീറ്റ് ആയിക്കോട്ടെ, ക്യാപിറ്റൽ റെസീറ്റ് ആയിക്കോട്ടെ, റവന്യൂ റെസീറ്റ് ആയിക്കോട്ടെ, എല്ലാ റെസീറ്റുകളും, ഓൾ റെസീറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതിലെല്ലാം പെട്ടു. ഓൾ റെസീപ്റ്റ്സ് ആർ എൻറ്റേഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ്. ഇപ്പോൾ ഒരു ക്ലബിനുണ്ടാകുന്ന, ഒരു സ്കൂളുണ്ടാകുന്ന, അല്ലെങ്കിൽ മറ്റ് ഹോസ്പിറ്റലിനുണ്ടാകുന്ന എല്ലാ റെസീറ്റുകളും എവിടെ എഴുതുക, റെസീറ്റ് സൈഡിൽ എഴുതുക. ആൻഡ് ഓൾ പേയ്മെൻറ്റ്സ്, ക്യാഷിലൂടെ പോകുന്നതോടെ ബാങ്കിലൂടെ പോകുന്നതോടെ എല്ലാ ഓൾ പേയ്മെൻറ്റ്സ് ആർ എൻറ്റേഡ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. തേർഡ് പോയിന്റ്, it records all receipts and payments irrespective of the period to which they are related to. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കറണ്ട് ഇയറിൽ റെസീറ്റ് കൂടാണ്ട് നമുക്ക് ഭാവിയിലെ ഏതെങ്കിലും റെസീറ്റുകൾ നമുക്ക് ഈ കറണ്ട് ഇയറിൽ കിട്ടിയാൽ അത് നമുക്കിവിടെ രേഖപ്പെടുത്താം എന്നാണ് അതിൻ്റെ മീനിങ്. അതുപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2020-21 നമ്മൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ 2022 സബ്സ്ക്രിപ്ഷൻ ആരെങ്കിലും മുൻകൂട്ടി നമുക്ക് തന്നാൽ അത് നമ്മൾ ഇവിടെ രേഖപ്പെടുത്തും, റെസീറ്റായിട്ട് രേഖപ്പെടുത്തും. അതുപോലെ തന്നെ 2018 ആരെങ്കിലും 2019 ഏതെങ്കിലും റെസീറ്റുകൾ നമുക്ക് ഈ വർഷം കിട്ടിയാൽ അത് നമ്മൾ ഏത് വർഷമാണോ കിട്ടി ആ വർഷം കിട്ടിയ ആ ഇയറിലെ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ രേഖപ്പെടുത്തും. അഥവാ ഇറ്റ് റെക്കോർഡ് ഓൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ പീരീഡ്, ഏത് പീരീഡ് ആയിക്കോട്ടെ, ടു വിച്ച് ദേ റിലേറ്റഡ് ടു, അത് ഏത് പീരീഡുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, കറണ്ട് ഇയർ ആയിക്കോട്ടെ, പ്രീവിയസ് ഇയർ ആയിക്കോട്ടെ, ഫ്യൂച്ചർ ആയിക്കോട്ടെ, ഏത് പീരീഡ് ആയിക്കോട്ടെ, നമുക്ക് ഈ കറണ്ട് ഇയറിൽ കിട്ടിക്കഴിഞ്ഞാൽ ഏത് വർഷമാണോ അത് കിട്ടുന്നത് ആ വർഷം അത് രേഖപ്പെടുത്തും. അതാണ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ മറ്റൊരു പ്രത്യേകത. പേയ്മെൻറ്റും അതുപോലെ തന്നെയാണ്. നമ്മൾ കറണ്ട് ഇയറിൽ കൊടുത്തത് മാത്രമല്ല, ഭാവിയിൽ മുൻകൂട്ടി നമ്മൾ കൊടുത്തതോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ കൊടുക്കാനുള്ളത് ഈ വർഷം കൊടുത്താലും അത് നമ്മൾ ഏത് വർഷമാണോ കൊടുക്കുന്നത് ആ വർഷത്തിൽ ആ പേയ്മെൻറ്റ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ പേയ്മെൻറ്റ് സൈഡിൽ അത് രേഖപ്പെടുത്തും. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ബിഗിൻസ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ആൻഡ് എൻഡ് വിത്ത് ക്ലോസിംഗ് ബാലൻസ്. ഇത് നമ്മൾ മീനിങ്ങിൽ പഠിച്ചതാണ്. ഇത് ഓപ്പണിംഗ് ബാലൻസോട് കൂടിയാണ് ആരംഭിക്കുക. അത് കുട്ടികൾക്ക്, സ്റ്റുഡൻസിന് ഓർമ്മയുണ്ടാവണം. ഇറ്റ് ബിഗിൻസ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ്. അഥവാ 2020-21 നമ്മൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ 2019-20 എന്താണ് കയ്യിലുണ്ടായിരുന്ന ആ അക്കൗണ്ടിലെ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് എന്താ നോക്കുക, അത് എടുത്തിട്ട് നമ്മൾ ഓപ്പണിങ്ങിലായിട്ട് എഴുതും. പിന്നെ അത് ഈ വർഷം, അത് വർഷാവസാനം നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഈ വർഷം വരയ്ക്കുന്ന റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ ആൻസർ എന്തായിരിക്കും, ക്ലോസിംഗ് ആയിരിക്കും. അപ്പോൾ ഇറ്റ് ബിഗിൻ വിത്ത് ഓപ്പണിംഗ് ബാലൻസ്, അത് അവസാനിക്കുന്ന എന്തോടായിരിക്കും, എൻഡ് വിത്ത് ക്ലോസിംഗ് ബാലൻസ്. ഈ ക്ലോസിംഗ് ബാലൻസ് ആണ് നമ്മൾ അടുത്ത വർഷം 21-22 വരയ്ക്കുമ്പോൾ ഈ ക്ലോസിംഗ് ബാലൻസ് ആണ് അടുത്ത വർഷത്തെ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ആയിട്ട് വരിക. ഫിഫ്ത്ത് പോയിന്റ്, ഇറ്റ് റെക്കോർഡ് ഓൾ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റം. ഇവിടെ ഇതിൽ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ക്യാപിറ്റൽ ഐറ്റം എന്നോ റവന്യൂ ഐറ്റം എന്നോ ഡിസ്ക്രിമിനേഷൻ ഇല്ല, എല്ലാ ഐറ്റവും കാണിക്കും. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇവിടെ റവന്യൂ ഐറ്റം ഏത്, ക്യാപിറ്റൽ ഐറ്റം തരംതിരിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ക്യാപിറ്റൽ റെസീറ്റും റവന്യൂ റെസീറ്റും കാണിക്കും. അതുപോലെ തന്നെ എല്ലാ ക്യാപിറ്റൽ പേയ്മെൻറ്റും റവന്യൂ പേയ്മെൻറ്റും കാണിക്കും. ക്യാപിറ്റൽ റെസീറ്റും റവന്യൂ പേയ്മെൻറ്റും അറിയാമെന്ന് വിചാരിക്കുന്നു. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സിക്സ്ത് പോയിന്റ്, ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട്. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ടാണ്. ക്യാഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുള്ളൂ. വിദ്യാർത്ഥികൾക്കറിയാം, നമ്മൾ +1 പഠിച്ചതാണ് 3 അക്കൗണ്ടുകൾ. അക്കൗണ്ടിന് നോർമലി 3 ആയിട്ട് തരംതിരിക്കാം: റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് എ റിയൽ അക്കൗണ്ട്. നെക്സ്റ്റ് 7th പോയിന്റ്, പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ്. ഇറ്റ് വിൽ നോട്ട് റെക്കോർഡ് നോൺ ക്യാഷ് ഐറ്റംസ് സച്ച് ആസ് ഡിപ്രീസിയേഷൻ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം എക്സെട്ര. ഇത് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റിൽ ഓൺലി റെക്കോർഡ് ക്യാഷ് ഐറ്റംസ് മാത്രമാണ് രേഖപ്പെടുത്തുള്ളൂ. നോൺ ക്യാഷ് ഐറ്റംസ്, ക്യാഷുമല്ലാത്ത ക്യാഷേതര ഐറ്റംസ് ഒരിക്കലും ഇതിൽ രേഖപ്പെടുത്തില്ല. ഫോർ എക്സാമ്പിൾ ഡിപ്രീസിയേഷൻ, അതൊരു നോൺ ക്യാഷ് ഐറ്റമാണ്, അത് രേഖപ്പെടുത്തില്ല. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, നമ്മൾ കൊടുക്കാനുള്ള ചെലവുകൾ, കൊടുക്കാനുള്ളത്, അതുപോലെ കിട്ടാനുള്ളത്, ഇതൊന്നും രേഖപ്പെടുത്തില്ല. ആക്ച്വലി കിട്ടിയത്, കൊടുത്തത്, അത് മാത്രമാണ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുള്ളൂ. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളത്, ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം എന്ന് പറയുന്നത് ഇങ്ങോട്ട് കിട്ടാനുള്ളത്.
കിട്ടിയിട്ടില്ല കിട്ടാനുണ്ട്, അതുപോലെ കൊടുത്തിട്ടില്ല കൊടുക്കാനുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ രേഖപ്പെടുത്തില്ല. ആക്ച്വലി കൊടുത്തത് ആക്ച്വലി കിട്ടിയത് മാത്രമാണ് നമ്മളിവിടെ രേഖപ്പെടുത്തുകയുള്ളൂ. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർമാറ്റ് എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ക്ലബ്ബ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ കൊറോണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ, ഈ വർഷമാണ് വരയ്ക്കുന്നത്, ഈ വർഷം ഫിനാൻഷ്യൽ ഇയർ വരയ്ക്കുന്നതെങ്കിൽ 31st December 2021 എന്നാണ് നമ്മൾ എഴുതുക. ഇറ്റ് ഹാസ് ടു സൈഡ്, ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്, രണ്ട് സൈഡാണുള്ളത്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡ് ഈസ് കോൾഡ് റെസീറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഈസ് കോൾഡ് പേയ്മെൻറ്റ് സൈഡ്. ഫോർമാറ്റ് ഇങ്ങനെ വരിക, പെർട്ടിക്കുലർ റെസീപ്റ്റ്സ് എമൗണ്ട്, പേയ്മെൻറ്റ് എമൗണ്ട്. ഇനി റെസീപ്റ്റ് സൈഡിൽ ഫസ്റ്റ് കാണിക്കുന്ന ഐറ്റം നമ്മളോട് ഫീച്ചേഴ്സിൽ പഠിച്ചതാണ്, മീനിങ്ങിൽ പഠിച്ചതാണ്. ഇറ്റ് ബിഗിൻസ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ്. അപ്പോൾ ആദ്യം തുടങ്ങേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ടു ബാലൻസ് ബ്രോ ഡൗൺ, ദറ്റ് ഈസ് ക്യാഷ് ഇൻ ഹാൻഡ് ആവാം, കയ്യിലുള്ള ക്യാഷ് ആവാം, അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക്, ബാങ്കിലുള്ള ക്യാഷ് ആവും. ഈ രണ്ട് ക്യാഷ്, രണ്ടിലും കയ്യിലും ക്യാഷ് ഉണ്ട് ബാങ്കിലും ക്യാഷ് ഉണ്ടെങ്കിൽ രണ്ടും കൊടുന്ന് എഴുതണം. ഇനി കയ്യിൽ മാത്രമുള്ളെങ്കിൽ അത് എഴുതാം, ബാങ്കിൽ മാത്രമുള്ളെങ്കിൽ ബാങ്കിൽ ക്യാഷ് എഴുതാം. തുടങ്ങേണ്ടത് എപ്പോഴും ഓപ്പണിംഗ് ബാലൻസ് വെച്ചാൽ തുടങ്ങേണ്ടത്. നെക്സ്റ്റ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റെസീറ്റ്സിൽ വരുന്ന നെക്സ്റ്റ് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ഐറ്റം എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷനാണ്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് വരിസംഖ്യയാണ്. നമുക്ക് ക്ലബ്ബുകൾക്കും മറ്റെല്ലാവർക്കും, എല്ലാ നോൺ NPOക്കും പ്രധാനമായും വരുന്ന മെയിൻ ഒരു റെസീറ്റാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അത് കറൻറ്റ് ഇയർ, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ, കഴിഞ്ഞ വർഷങ്ങളിലെ ഏതെങ്കിലും സബ്സ്ക്രിപ്ഷൻ ഈ വർഷം കിട്ടിയാൽ അത് നമ്മളിവിടെ എഴുതും. അതുപോലെ തന്നെ വരാൻ പോകുന്ന വർഷങ്ങളിലെ ഈ വർഷം തന്നാൽ അതിവിടെ എഴുതും. അതുകൊണ്ടാണ് പ്രീവിയസ് ഇയർ, കറൻറ്റ് ഇയർ ആവാം, നെക്സ്റ്റ് ഇയർ ആവാം. ഇവിടെ പീരീഡിന് നമ്മൾ ഒരിക്കലും റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റിനെക്കുള്ളിൽ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഏത് വർഷത്തെയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ 2020 നമ്മൾ 21 വരയ്ക്കുമ്പോൾ 2021 വരയ്ക്കുമ്പോൾ കഴിഞ്ഞ വർഷം, അഥവാ 2019-20 റെസീറ്റ് സബ്സ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ വർഷമാണ് തരുന്നതെങ്കിൽ നമ്മൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റിനെക്കുള്ളിൽ അത് എഴുതും, കാരണം അത് റെസീറ്റാണ്. ഇനി വരാൻ പോകുന്ന ഒരു വർഷത്തെ 21-22 ആരെങ്കിലും റെസീറ്റ് തന്നാൽ, സബ്സ്ക്രിപ്ഷൻ തന്നാൽ നമ്മളത് ഇവിടെ എഴുതും. അതുകൊണ്ടാണ് നെക്സ്റ്റ് ഇയർ എന്നും പറയുന്നത്. നെക്സ്റ്റ് ഇയർ ആവാം, 2025 ആവാം, ഏത് വർഷത്തെ ആയിക്കോട്ടെ, നമ്മൾ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ, ഈ വർഷം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കും. ഇത് പീരീഡുമായി ഒരു റിലേഷനും ഇല്ല എന്നുള്ളത് നമ്മൾ ഫ്യൂച്ചേഴ്സിൽ പഠിച്ചതാണ്. ഏതായിരുന്നു ആ പോയിന്റ്? ഇറ്റ് റെക്കോർഡ് ഓൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് ഇർറെസ്പെക്റ്റീവ് ഓഫ് ദ പീരിയഡ് ടു വിച്ച് ദേ റിലേറ്റഡ് ടു. അത് ഏത് പീരീഡാണ് നമ്മൾ നോക്കാറില്ല. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ ഏത് പീരീഡിലായാലും നമ്മൾ റെക്കോർഡ് ചെയ്യും. നെക്സ്റ്റ് ഒരു റെസീറ്റാണ് എൻട്രൻസ് ഫീ അല്ലെങ്കിൽ അഡ്മിഷൻ ഫീ എന്നൊക്കെ പറയാം. നെക്സ്റ്റ് വരുന്നതാണ് സ്പെസിഫിക് ഡൊണേഷൻ. സ്പെസിഫിക് ഡൊണേഷൻ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തെ NPOനെ സംബന്ധിച്ചോളം, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട ഒരു റെസീറ്റാണ്. സ്പെസിഫിക് ഡൊണേഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രത്യേക പർപ്പസിന് വേണ്ടി തരുന്ന ഡൊണേഷനെ പറയുന്ന പേരാണ് സ്പെസിഫിക് ഡൊണേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഏതെങ്കിലും ക്ലബ്ബാണെങ്കിൽ അതിൻ്റെ സ്പോർട്സ് പവലിയൻ കെട്ടാൻ വേണ്ടിയിട്ട്, ഒരു ഓഡിറ്റോറിയം ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും സഹായിച്ചാൽ, അതിന് മാത്രമായിട്ട് സഹായിച്ചാൽ, ദറ്റ് ഈസ് കോൾഡ് സ്പെസിഫിക് ഡൊണേഷൻ. ഒരു പ്രത്യേക ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചാൽ, ദറ്റ് ഈസ് കോൾഡ് സ്പെസിഫിക് ഡൊണേഷൻ. ആ ഡൊണേഷൻ സംഭാവന നൽകിയാൽ അതിനെ പറഞ്ഞ പേരാണ് സ്പെസിഫിക് ഡൊണേഷൻ. അത് റെസീറ്റിൻ്റെ അക്കൗണ്ടിൽ. നെക്സ്റ്റ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത് ആജീവനാന്ത ഫീ എന്നൊക്കെ പറയാം. അത് ആ മെമ്പർഷിപ്പ് ഫീ കിട്ടിക്കഴിഞ്ഞാൽ ആജീവനാന്തം അയാൾ ക്ലബിലെ അംഗമായി മാറും. അങ്ങനെ തരുന്ന ലൈഫ് മെമ്പർഷിപ്പ് ഫീ, അത് റെസീറ്റാണ് അത് വരിക. അത് ക്ലബ്ബുകളെ സംബന്ധിച്ചും മറ്റും ഒരു പ്രധാനപ്പെട്ട ലെഗസി എന്ന് പറയാം. നെക്സ്റ്റ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ വരുന്ന റെസീറ്റ്സിൽ വരുന്ന മറ്റൊരു ഐറ്റമാണ് ലെഗസി. ലെഗസി മീൻസ് ദ എമൗണ്ട് റിസീവ്ഡ് ആസ് പെർ ദ വിൽ ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ. മരണപ്പെട്ട വ്യക്തികൾ അവരുടെ മരണശേഷം എൻ്റെ ഈ സ്ഥലം അല്ലെങ്കിൽ എൻ്റെ എമൗണ്ട് ഇതിനു വേണ്ടി ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് അവർ വിൽപ്പത്രം എഴുതി വയ്ക്കും. അങ്ങനെ കിട്ടുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണ് ലെഗസി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു മരണപ്പെട്ട വ്യക്തി അയാളുടെ സ്ഥലം ക്ലബിന് വേണ്ടി മാറ്റി വെച്ചു, അല്ലെങ്കിൽ പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിട്ടുന്ന എമൗണ്ട് അല്ലെങ്കിൽ സ്ഥലത്തെ പറയുന്ന പേരാണ് ലെഗസി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഗ്രാൻഡ് റിസീവ്ഡ് ഫ്രം ഗവൺമെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേത് വ്യക്തിയിൽ നിന്നായിക്കോട്ടെ, അങ്ങനെ കിട്ടുന്നത് നമുക്ക് റെസീപ്റ്റാണ്. അപ്പോൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ അത് റെസീപ്റ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. നെക്സ്റ്റ്, ജനറൽ ഡൊണേഷൻ. സ്പെസിഫിക് ഡൊണേഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പ്രത്യേക പർപ്പസിന് വേണ്ടി തരുമ്പോൾ അതിന് ദറ്റ് ഈസ് കോൾഡ് സ്പെസിഫിക് ഡൊണേഷൻ. ജനറൽ ഡൊണേഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പർപ്പസ് ഒന്നും അല്ലാണ്ട് തരുമ്പോൾ, സംഭാവനയായിട്ട് സ്ഥാപനത്തിലോട്ട് തരുമ്പോൾ ദറ്റ് ഈസ് കോൾഡ് ജനറൽ ഡൊണേഷൻ. നെക്സ്റ്റ്, സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ. സ്ഥാപനത്തിൻ്റെ എന്തെങ്കിലും സ്പോർട്സ് ക്ലബ്ബ് ആകുമ്പോൾ ക്ലബ്ബിൽ സ്പോർട്സ് മെറ്റീരിയൽ ഉണ്ടാവും. അപ്പോൾ ഓൾഡ് മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യും, വിൽക്കും. അങ്ങനെ കിട്ടുന്ന എമൗണ്ട് നമുക്ക് റെസീപ്റ്റ് ആണ്. ദറ്റ് ഈസ് കോൾഡ് സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ. അത് റെസീപ്റ്റ് സൈഡിലാണ് കാണിക്കുക. അതുപോലെ സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ ആൻഡ് മാഗസിൻ. പഴയ മാഗസിൻസും ന്യൂസ് പേപ്പറും വിറ്റ് കിട്ടുന്ന തുക, ദറ്റ് ഈസ് കോൾഡ് സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ ആൻഡ് ഓർ മാഗസിൻ. ദറ്റ് ഈസ് ഓൾസോ റെസീപ്റ്റ്. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ്. സ്ഥാപനത്തിന് ഇനി എന്തെങ്കിലും ഡെപ്പോസിറ്റുകളുണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്,
അത് റെസീറ്റാണ്. ശ്രദ്ധിക്കുക, സ്ഥാപനം അങ്ങോട്ട് കൊടുക്കുന്നതല്ല, സ്ഥാപനത്തിന് പുറത്ത് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് സ്ഥാപനത്തെ സംബന്ധിച്ച് റെസീറ്റാണ്. ദറ്റ് ഈസ് കോൾഡ് ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ്. അത് ഏത് സൈഡിലാണ് കാണിക്കുക? റെസീറ്റ് സൈഡിലാണ് കാണിക്കുക. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ സ്ഥാപനത്തിന് മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ, നിക്ഷേപങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ദറ്റ് ഈസ് കോൾഡ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ദറ്റ് ഈസ് ഓൾസോ റെസീറ്റ് ഓഫ് എ NPO. സോ ഇറ്റ് ഷോ ഇൻ എ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ദറ്റ് ഈസ് കോൾഡ് ഡെബിറ്റ് സൈഡ്. മറ്റൊരു സാധാരണ വരുന്ന റെസീറ്റാണ് ലോക്കർ റെൻറ്റ്. റെക്കറിങ് നേച്ചറായിട്ട് വരുന്നതാണ് ലോക്കർ റെൻറ്റുകൾ. ചില സ്ഥാപനങ്ങൾ, ചില ക്ലബ്ബുകളും മറ്റുമൊക്കെ ലോക്കർ കൊടുക്കാറുണ്ട്, റെൻറ്റിന് കൊടുക്കാറുണ്ട്. അങ്ങനെ കിട്ടുന്ന വാടകയെ പറയുന്ന പേരാണ് ലോക്കർ റെൻറ്റ് എന്ന് പറയുന്നത്. അത് റെസീറ്റാണ്. അതുപോലെ റെസീറ്റ് സൈഡിൽ വരുന്നതാണ് നമ്മുടെ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന തുക, അത് റെസീറ്റാണ്. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് വിറ്റാൽ കിട്ടുന്ന എമൗണ്ട്. അതുപോലെ തന്നെ മറ്റ് റെസീറ്റുകൾ, മറ്റ് സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന ഓൾ റെസീറ്റ്സ് ആർ ഷോൺ ഇൻ എ റെസീറ്റ് സൈഡ്. ദറ്റ് ഈസ് കോൾഡ് ഡെബിറ്റ് സൈഡ്. മിസ്സലേനിയസ് റെസീറ്റ്സ് എന്ന് പറയുന്നത് മറ്റു എല്ലാ റെസീറ്റുകളും, all receipts are shown we should shown in a receipt side. Next we can move to the payment side. ഫസ്റ്റ് ഐറ്റം ബാലൻസ് ബ്രോഡ് ഓൺ ബ്രാക്കറ്റിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. കാരണം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് വെച്ചാണ് തുടങ്ങേണ്ടത്. ഇറ്റ് ബിഗിൻസ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്. സാധാരണ നമ്മുടെ കയ്യിൽ ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിൽ ക്യാഷ് കുറച്ചെങ്കിലും തുല്യമായ എമൗണ്ടെങ്കിലും ഉണ്ടാവാറുണ്ട്. ഇനി അങ്ങനെ ഒരു എമൗണ്ടും ഇല്ലെങ്കിൽ, നമ്മൾ ക്രെഡിറ്റിലാണ്, ഓവർ ഡ്രാഫ്റ്റിലാണ്, കടത്തിലാണുള്ളതെങ്കിൽ, ഓവർ ഡ്രാഫ്റ്റാണുള്ളതെങ്കിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കുന്നത് പേയ്മെൻറ്റ് സൈഡിലാണ്. സാധാരണ എല്ലാ ക്ലബ്ബുകൾക്കും ചെറിയ എമൗണ്ടെങ്കിലും ക്യാഷ് ഇൻ ഹാൻഡോ അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്കോ ഉണ്ടാവാറുണ്ട്. അതിൽ നേരെ തിരിച്ചാണെങ്കിൽ നമ്മൾ കാണിക്കേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് എവിടെ കാണിക്കേണ്ടത്? ഇറ്റ് ബിഗിൻസ് വിത്ത് പേയ്മെൻറ്റ് സൈഡ്. നെക്സ്റ്റ് ഐറ്റം വരുന്നത് പേയ്മെൻറ്റ് സൈഡിൽ വരുന്ന മറ്റെല്ലാ എക്സ്പെൻസുകളും പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കുക. വേജസ് ആൻഡ് സാലറീസ് എക്സ്പെൻസ് ആണ്. റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്, ഇൻഷുറൻസ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പോസ്റ്റേജ്, അഡ്വർടൈസ്മെൻറ്റ്, സൺട്രി എക്സ്പെൻസ്, മറ്റ് എക്സ്പെൻസുകൾ. അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ്, ക്ലബ്ബുകളോ മറ്റൊക്കെ ആകുമ്പോൾ എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസുകൾ ഉണ്ടാവും, അത് കാണിക്കാം. ഓഡിറ്റ് ഫീ വരും. ഹോണറേറിയം എന്ന് പറയുന്നത് ക്ലബിൻ്റെ സെക്രട്ടറിയോ പ്രസിഡൻറ്റോ മറ്റ് സ്ഥാപനങ്ങളുടെ പ്രസിഡന്റ്, NPOയുടെ പ്രസിഡന്റോ സെക്രട്ടറി പോലത്തവർക്ക് എന്തെങ്കിലും അവരുടെ പ്രവർത്തനത്തിന് പാരിതോഷികം നൽകുന്നുണ്ട്. ദറ്റ് ഈസ് കോൾഡ് ഹോണറേറിയം. അത് പേയ്മെൻ്റ് ആണ്. സോ വി ഷുഡ് ഷോ ഇൻ എ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, പേയ്മെൻറ്റ് സൈഡ്. നെക്സ്റ്റ് റിപ്പയേഴ്സ്, എന്തെങ്കിലും റിപ്പയേഴ്സ് ആവാം. നെക്സ്റ്റ് അപ്കീപ്പ് ഓഫ് ഗ്രൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ചിലവ്. അത് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് പീരിയോഡിക്കൽസ് വാങ്ങിക്കാൻ വേണ്ടി വരുന്ന ചിലവ്. പർച്ചേസ് ഓഫ് അസറ്റ് വാങ്ങിക്കാൻ വേണ്ടി വരുന്ന ചിലവ്. പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിക്കാൻ വേണ്ടി വരുന്ന ചിലവ്. ബാക്കി ബാലൻസ് വരുമ്പോൾ, അഥവാ നമ്മൾ സാധാരണ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന പോലെ തന്നെ ബാലൻസ് ചെയ്യുക. അങ്ങനെ സാധാരണ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന പോലെ തന്നെ ബാലൻസ് ചെയ്യുക. സാധാരണ റെസീറ്റ് കൂടുതലും പേയ്മെൻറ്റ് കുറവായിട്ടാണ് ബാലൻസ് ഉണ്ടാവാറ്. അപ്പോൾ നമ്മളത് കൊടുക്കുക. ബാലൻസ് ക്യാഷ് ഇൻ, ഇറ്റ് എൻഡ് വിത്ത് ക്ലോസിംഗ് ക്യാഷ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. കൊടുക്കേണ്ടത് ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക്. ബാങ്കിലെ ക്യാഷ് ആണെങ്കിൽ ബാങ്കിലെ ക്യാഷ് കൊടുക്കാം. കയ്യിലുള്ള ക്യാഷും ബാങ്കിലെ ക്യാഷും തരംതിരിച്ച് കൊടുക്കേണ്ടതാണ്. ഇനി ചില കേസുകളിൽ അപൂർവമായിട്ട് പേയ്മെൻറ്റ് കൂടുതലും റെസീറ്റ് കുറവാണെങ്കിൽ നമ്മൾ ബാലൻസ് വരിക അവിടെ ടു സൈഡിലാണ് ബാലൻസ് വരിക. സാധാരണ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന പോലെ തന്നെ ബാലൻസ് ചെയ്യുക. അപ്പോൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഒന്ന് ഷോർട്ടാക്കി പറയുന്നു, രണ്ട് കോളമാണ് അതിന്, രണ്ട് സൈഡ്. ഇറ്റ് ഹാസ് ടു സൈഡ്, റെസീറ്റ് സൈഡ് ആൻഡ് പേയ്മെൻറ്റ് സൈഡ്. ഇറ്റ് ഷോ ഓൾ റെസീറ്റ്സ് ആർ ഷോൺ ഇൻ എ റെസീറ്റ് സൈഡ്, ദറ്റ് ഈസ് കോൾഡ് ഡെബിറ്റ് സൈഡ്. ഓൾ പേയ്മെൻറ്റ്സ് ആർ ഷോൺ ഇൻ എ ക്രെഡിറ്റ് സൈഡ്, ദറ്റ് ഈസ് കോൾഡ് പേയ്മെൻറ്റ് സൈഡ്. എല്ലാ റെസീറ്റുകളും, അത് ക്യാപിറ്റൽ നേച്ചർ ആയിക്കോട്ടെ റവന്യൂ നേച്ചർ ആയിക്കോട്ടെ, ക്യാപിറ്റൽ നേച്ചറും റവന്യൂ നേച്ചറിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ പറയും എന്താണെന്നുള്ളത്. എല്ലാ റെസീറ്റുകളും, അപ്പോൾ ഇനി നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാ റെസീറ്റുകളും, സ്ഥാപനത്തിൻ്റെ NPOൻ്റെ എല്ലാ റെസീറ്റുകളും, റെസീറ്റ് ഏതൊക്കെയാണെന്ന് ചിന്തിക്കുക. എല്ലാ റെസീറ്റും റെസീറ്റ് സൈഡിൽ എഴുതുക. എല്ലാ പേയ്മെൻറ്റുകളും പേയ്മെൻറ്റ് സൈഡിൽ എഴുതുക. ബാലൻസ് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ ദറ്റ് ഈസ് കോൾഡ് ക്ലോസിംഗ് ക്യാഷ് ഓർ ക്ലോസിംഗ് ബാങ്ക്. എങ്ങനെയാണ് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വരയ്ക്കുന്നത്, ഹൗ ടു പ്രിപ്പയർ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്നുള്ളത് ഞാൻ പാർട്ട് 3 പ്രതിപാദിക്കും. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. പാർട്ട് 3 കാണാം. ബൈ, താങ്ക് യു.